കൃഷ്ണ എല്ലാം മക്കളാക്കണമേ. ദേവദാസ്, ദേവദാസ് കുളിക്കുകയാണ്. ദൈവങ്ങളെ നിരത്തി നിർത്തി മണിയടിക്കുകയാണല്ലേ. ദൈവങ്ങളുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലല്ലേ എല്ലാം ഭംഗിയാവുള്ളൂ. അപ്പൊ നീ പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു? അതെ. ദേവദാസ, ഒന്നുകൂടി കൂലങ്കഷമായി ചിന്തിച്ചിട്ട് പോരെ? ചിന്തിച്ചു. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഉറക്കമൊഴിഞ്ഞ് ചിന്തിച്ചു. എനിക്ക് വിവാഹം കഴിച്ച പറ്റുകോന്തേട്ടാ. അയൽവക്കക്കാരനായ അനിയ പറയട്ടാ, ഇനി സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ഏത് പുരുഷന്റെയും ജീവിതത്തിൽ സന്തോഷകരമായ 2 ദിവസങ്ങളുണ്ട്. ഒന്ന് ഭാര്യ മണിയറയിലേക്ക് വരുന്ന ദിവസം, 2 അവളെ കുഴിമാടത്തിലേക്ക് എടുക്കുന്ന ദിവസം. ഇതൊരു മഹാൻ പറഞ്ഞിട്ടുള്ള. ഏത് മഹാൻ? ഞാൻ തന്നെ. എന്റെ ആദ്യ രാത്രിയിലെ രസകരമായ ഒരു അനുഭവം പറയാം. നമ്രമുഖിയായി മണിയറയിലേക്ക് കടന്നു വരുന്ന ഭാര്യയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാസ്വദിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം. കല്യാണം വരെ ഇത്രയും കാശ് ചിലവാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? പാലിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ടീ പാർട്ടിക്ക് 10 ലിറ്റർ പാല് മതി എന്ന് പറഞ്ഞാ 20 ലിറ്റർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. പഴം വിളമ്പേണ്ട കാര്യമേ ഇല്ലായിരുന്നു. ഇഡ്ഡലിയും വടയും ലഡുവും മാത്രം പോരായിരുന്നു. ഇതൊക്കെ കാശ് കൊടുക്കുന്ന ഞാനാണേ. ചേച്ചി, നീലും കഴിച്ചോടാ? പാർട്ടിയുടെ പലഹാരമൊക്കെ ഇപ്പൊ കഴിച്ചേയുള്ളൂ. ഇനി ചോറ് 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചോളാം. മോളെ, പന്തലുകാർക്ക് കാശ് കൊടുത്തില്ല. ഇനി എല്ലാം നാളെ അമ്മ പോയി കിടന്നു. എന്തിനാടാ ഇളിക്കുന്നത്? ഈ അവിഞ്ഞ മൂത്ത് നോക്കി വേറെ എന്തോ ചെയ്യാൻ. പോട്ടെ ചേച്ചി, എനിക്ക് വിശക്കുമ്പോ ഞാൻ ചേച്ചിയെ വിളിക്കും. ചേച്ചി വന്ന് വിളമ്പി തന്നാലേ ഞാൻ ഉണ്ണു. ശരിയടാ. ഉരുട്ടി തരേണ്ട പ്രായം. എന്തായാലും ഞാൻ നോക്കി പേടിപ്പിക്കുന്നേ? ഒന്നുമില്ല. വാമേ നോക്കുവോ? നീയും അമ്മയും കൂടി ഈ കഴുതയെ ലാളിച്ച് വഷളാക്കി ഇപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടത്തവനായി. ശുദ്ധ എമ്പോക്കി. അങ്ങനൊന്നും പറയല്ലേ. മണ്ണാർശാലയിൽ ഉരുളി കമഴ്ത്തി ഉണ്ടായ പൊന്നു മോനാവൻ. അതാ അവന്റെ വാ ഉരുളി പോലെ ഇരിക്കുന്നത്. ഒരിക്കലും അടയില്ല. ഗോവിന്ദ, എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടരുത്. നീ എന്റെ മുറപ്പെണ്ണാണ്, കളിക്കൂട്ടുകാരിയാണ്, സമ്മതിച്ചു. പക്ഷെ ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഒരു അപേക്ഷയുണ്ട്. എന്നെ പേര് വിളിക്കരുത്. ഗോവിന്ദേട്ടാന്നോ, ഗോവിയേട്ടാന്നോ, ഗോയേട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. കിന്നരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ. എടുത്ത ക്യാഷ് നമ്മുടെ ആദ്യ രാത്രി. അയ്യോ, ഇതെന്താ ഇന്നത്തോളം ആകാശം പിടിച്ച് തലയിലോട്ട് വീഴുവോ? ഇനി ഒരുപാട് രാത്രികൾ വരും. അയ്യോ, എന്റെ അമ്മ ഹോർലിക്സ് കുടിച്ച് കാണത്തില്ല. ഈ അച്ചി വീട്ടി ആദ്യ രാത്രി ഉറങ്ങാമെന്ന് എന്നെ വേണം തല്ല. ഒരു നൊമ്പരം പാതിരാക്കിളി എന്തിനീ മൗനം. അതൊക്കെ പോട്ടെ ദേവദാസ. ഈ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലത്തിൽ ഇറങ്ങുന്ന പോലെ രക്ഷപ്പെടാൻ ശ്രമിക്കും തോന്നും താണു പൊക്കോണ്ടേയിരിക്കും. അവസാനം വായി ചെളി കയറും. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ. അയൽക്കാരനും സുഹൃത്തും സഹോദര തുല്യനുമായ ഗോവിന്ദേട്ടന്റെ ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ കണ്ടും കേട്ടും പഠിച്ചുമാണ് ഞാൻ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്നത്. മനസ്സിലായില്ല? CA കാരനായ ഞാൻ 3 പ്രാവശ്യം SSLC എഴുതി തോറ്റ നാട്ടിൻപുറത്തുകാരി പെണ്ണിനെ കെട്ടുന്നത് ഞാൻ വെറും പൊട്ടനായതുകൊണ്ടാ. പിന്നല്ലാതെ. നിങ്ങളുടെ ട്രാജഡി ഒരിക്കലും എനിക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാ ഉദ്യോഗസ്ഥയും ബിരുദധാരണയും ഉറപ്പെണ്ണൊന്നും വേണ്ട, ഒരു നാടൻ പെണ്ണ് തന്നെ മതിയെന്ന് വെച്ചത്. അപ്പൊ നീ സമർത്ഥൻ മാത്രമല്ല, സ്വാർത്ഥൻ കൂടിയാണ്. ആയിരിക്കാം. സ്കൂൾ അധ്യാപകനായിരുന്ന എന്റെ അച്ഛൻ തറ പറന്ന് പോലും എഴുതാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ വിവാഹം കഴിച്ചു. ഒരുതരം ഭയഭക്തി ബഹുമാനത്തോടു കൂടിയായിരുന്നു അച്ഛന്റെ മുമ്പിൽ എന്നും അമ്മ. ഈ കോളനിയിലെ എല്ലാ ഭർത്താക്കന്മാരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഭാര്യയെ ഞാനും നേടും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. ദൈവമേ, ഈ തല നീ എനിക്ക് തന്നില്ലല്ലോ. അങ്ങനെ സ്വയം കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. ഗോവിന്ദേട്ടന് വിവരമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ അതെന്റെ വൈഫ് മനസ്സിലാക്കണ്ടേ? അതെന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വണ്ടിക്കർ എന്തായി? വല്ല വിവരമുണ്ടോ? ഇല്ല. കീഴത്തെ വീട്ടിൽ അന്വേഷിച്ചു, അവിടെ എത്തിയിട്ടില്ല. ഇളയച്ചന്റെ വീട്ടിലും ചോദിച്ചു, അവരും കണ്ടിട്ടില്ല അത്രേ. ചെറുക്കനിപ്പോ എത്തൂലോ. ഞാൻ എന്താ സമാധാനം പറയാ? ഈ അമ്പുനായർ ഇങ്ങനെ പരീക്ഷിക്കില്ലേ എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ. ഇയാളെ എവിടെ നോക്കി നിൽക്കണേ? പോയി അന്വേഷിക്കടോ. ശരി. നിന്റെ മോടി മരിച്ച് 90 കഴിയുന്നതിന് മുമ്പ് വേറൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നതിനാ ഈ അമ്പുനായർ. 2ാം അമ്മയിൽ നിന്നും എന്റെ കൊച്ചുമോളെ രക്ഷിച്ച് ഇത്രയും കാലം അവളെ പോറ്റി വളർത്തിയത് ഞാനാ. ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിക്കാൻ അമ്പു അച്ഛനായി എഴുന്നള്ളിരിക്കണു. വലിയ ഡിഗ്രിയും പഠിപ്പൊക്കെ ഉള്ള ചെക്കനത്രേ. എന്തായാലും എന്താ, അവന്റെ ഓഫീസിലല്ലേ ജോലി. മാത്രമല്ല തല്ലിരിച്ചുകൊണ്ടുള്ള അവന്റെ ഫോട്ടോ ഞാൻ കണ്ടു. എന്റെ കുട്ടിക്കൊപ്പം നിൽക്കാനുള്ള യോഗ്യത ഉണ്ട് അവന്.
ഒരു നായർ തറവാടിയുടെ ഗമയുണ്ട് ആ മുഖത്ത്. ആകെ കൂടി ഒരു കള്ള ലക്ഷണം. ഓ അവിടെ ഇരിക്കണേ. ഇങ്ങനെ മുറുക്കാനും ചവച്ചും നുണയും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ചെറുക്കനിങ് എത്താറായി. എന്റെ കുട്ടിക്ക് ഇപ്പൊ കല്യാണം വേണ്ട. എന്തിനാ അതിനെ നിർബന്ധിച്ച് കെട്ടിക്കണേ? 3 തവണ SSLC എഴുതിയ പെണ്ണ. ഈ കല്യാണം നടന്ന ഭാഗ്യാണെന്ന് കരുതിയാ മതി. അറിയോ, അവൻ ചാർട്ടേഡ് അക്കൗണ്ടന്റാ, CA. CA 2 ഇംഗ്ലീഷ് അക്ഷരം പറഞ്ഞ് വരട്ടിയോണ്ടായില്ല. ആ എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, അവര് വന്നു തോന്നണേ. ദേവദാസ, പട്ടി പട്ടി. നല്ല ലക്ഷണമാണ്. ആ വരണം വരണം വരണം. എന്താ ഇത്ര ലേറ്റ് ആയത്? അല്പം കൂടെ നേരത്തെ എത്തേണ്ടതാ. ഇവിടെ വഴിയിൽ ആ കവലയിൽ വെച്ചൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി. ഈ കുഗ്രാമത്തിൽ ട്രാഫിക് ബ്ലോക്കോ? ആ എനിക്കും അത്ഭുതം തോന്നി. ഈ പ്രദേശത്ത് ആരാ ഈ ദോശനായ? അത് എന്നെ നാട്ടുകാർ ബഹുമാനത്തോടെ വിളിക്കുന്ന പേരാ. പണ്ട് വായനശാലയുടെ ദോശ തീറ്റ മത്സരത്തിൽ എനിക്കായിരുന്നു 1ാം സമ്മാനം. അയ്യോ, ദോശനാരുടെ മോള് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞായിരുന്നല്ലോ ബഹളം. മിസ്റ്റർ ദേവദാസ്, അതാണോ താൻ ഈ വയറിളക്കാൻ ആവണക്കണ്ണ കുടിച്ച പോലെ ഇരിക്കുന്നത്? താൻ ധൈര്യമായിട്ടിരിക്കേ. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒളിച്ചോട്ടല്ല. പിന്നെ ഇതിവിടെ പതിവുള്ള ഒളിച്ചോട്ടാ. പതിവുള്ള ഒളിച്ചോട്ടാ? ഞാൻ പറഞ്ഞു തരാന്ന്. വാ ഇരിക്കും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, ചുണ്ടി എടുത്ത് അപ്പ അവള് വീട് വിട്ടിറങ്ങും. ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാ. എവിടെയെങ്കിലും കുറെ നേരം ഒളിച്ചിരിക്കും. കുറച്ചു കഴിയുമ്പോ അവള് താനെ വരും. വന്നില്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് വിളിച്ചോണ്ട് വരും. 10-18 വയസ്സായി, ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല. എന്റെ കുട്ടിക്ക് ഈ കല്യാണം വേണ്ട. ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ കുഞ്ഞിനോട് ഒളിച്ചോടാൻ പറഞ്ഞത് ഞാനാ. കുട്ടിയുടെ അമ്മൂമ്മയാ. ചെലപ്പോ എങ്ങനെയാ, വട്ടാണോ? നമസ്കാരം അമ്മച്ചി. പട്ടണത്തിലേക്കൊന്നും ഞാൻ എന്റെ കുഞ്ഞിനെ കെട്ടിച്ചയക്കത്തില്ല. നീ രക്ഷപ്പെട്ടു. അവളുടെ അമ്മ മരിച്ചേ പിന്നെ അമ്മൂമ്മയാ ലാളിച്ചു വളർത്തിയത്. വിട്ടു പിരിയാനുള്ള വിഷമ നിങ്ങൾ കാര്യാക്കണ്ട. അമ്മൂമ്മ വിഷമിക്കണ്ട. കൊച്ചുമോളെ ഞാൻ പൊന്നു പോലെ ഇതെന്റെ ഇളയ മോനാ. കൊച്ചു ദോശ എവിടെയാ കണ്ടത്? തെക്കേപ്പറമ്പില്. അമ്പടി കള്ളി, അവളോട് ഒളിച്ചിരിക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ വേണ്ട വേണ്ട വേണ്ട. ഒളിച്ചോടിയ പെണ്ണിനെ ഞങ്ങൾ ഒളിച്ചു തന്നെ കാണും. അങ്ങനെ കാണുന്നതിൽ ഒരു ത്രില്ലുണ്ടേ. ഏത് പറമ്പിലുണ്ടെന്നാ പറഞ്ഞത്? തെക്കേ പറമ്പ്, തെക്കേ പറമ്പ്, തെക്കേ പറമ്പ്. വടക്കേ പറമ്പിലോട്ട് ചാടുന്നതിന് മുമ്പ് നമുക്ക് പോയി കാണാം. എന്നാ ശരി, ഞങ്ങൾ പോയിട്ട് വരട്ടെ. എന്താ? നീയായിരുന്നോ? ഞാൻ പേടിച്ചുപോയി. ഞാനും. ബാ ഇരിക്ക. എന്തിനാ എന്റെ കാലി പിടിച്ചു വലിച്ചത്? 7:30 വെളുപ്പിന് എഴുന്നേറ്റ് ഈശ്വരന്മാരെ തൊഴുത് പിന്നെ ഭർത്താവിന്റെ പാദം തൊട്ട് വന്നിക്കണമെന്ന് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വേണ്ടത് തന്നെ. അല്ല, കൊച്ചുവെളുപ്പാങ്കാലത്ത് തന്നെ എഴുന്നേറ്റ് കുളിച്ചോ നീ? കുളിക്കാതെ ഈശ്വരന്മാരെ തൊഴാൻ പറ്റുമോ? അതും നല്ല ശീലം. മതി ഉറങ്ങിയത്. ഒന്നെങ്കിൽ എഴുന്നേറ്റ് വന്നേ. എന്തിനാ? വരുന്നേ, കാര്യമുണ്ട്. ഉണ്ടോ? നടക്കങ്ങോട്ട്. എന്താ ഇത്? അതിരാവിലെ നിറദീപം കത്തിച്ച് പ്രാർത്ഥിച്ചാലേ മഹാലക്ഷ്മി വരുള്ളൂ. എങ്കിലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ചേ. സ്വാമിയെ, സത്യം പറയാലോ, എന്റെ അടുത്തുള്ള ദേഷ്യം തീർക്കാനാണ് നിന്റെ അമ്മൂമ്മ ഇതൊക്കെ നിന്നെ ഉപദേശിച്ചു വിട്ടത്. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. മതിയോ? ഇങ്ങനൊന്നും കാണിക്കരുത്, ദൈവദോഷം കിട്ടും. അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കാണാത്ത വീട്ടില് മൂദേവിയാണത്രേ വരിക. എന്നാലേ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മൂദേവിയെ പ്രാർത്ഥിക്കാം. അയ്യോ, എന്തായി പറയണേ? മൂദേവി ആവുമ്പോ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കണ്ട, കുളിക്കണ്ട, വിളക്ക് തൊഴണ്ട, പുത്തൻ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് മൂടി പൊതച്ച് കിടന്നുറങ്ങാം. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഉറക്കം എത്ര നേരമായിട്ട് വിളിച്ചു പോകുന്നു. ചെവി കേൾക്കത്തില്ല മനുഷ്യ. ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നട്ടലിനൊരു തൊഴി. ആ കണാപ്പ് പണ്ടേ പണയത്തില്ല. അതുകൊണ്ട് ചവിട്ടിയിട്ടും വലിയ കാര്യമില്ല. അതെ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. എനിക്ക് എത്ര കൈകളുണ്ട്? നാവിന്റെ കാര്യത്തിലാണെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കൈകളാണെങ്കിൽ 2. ആണേ, ഈ 2 കൈകളും വെച്ചുകൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യാൻ ഞാൻ യന്ത്രമനുഷ്യത്വമൊന്നുമല്ല. സമയത്തിന് വല്ലോ ഞണ്ണണമെങ്കിൽ അടുക്കളയിൽ വന്ന് ജോലി. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിപ്പിക്കരുതേ. അയ്യോ, 2 ജന്മവും ദൈവം ഒരുപോലെ തരത്തില്ല മനുഷ്യ. അക്കാര്യത്തിൽ നീയാണ് ഭാഗ്യവതി. 2 ജന്മം ഒരുപോലെ കിട്ടി. അല്ല, നീ ഭാഗ്യവതിയാണ്. പറയുന്നത് എന്തും അനുസരിക്കുന്ന കുതിരയുടെ തലയും കഴുതയുടെ ഉടലുമുള്ള ഈ വിചിത്ര ജീവിയെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയല്ലോ എന്ന് പറയുകയായിരുന്നു. എന്നാ അടുക്കളയെ വന്ന ആ എച്ചിപ്പാത്രമൊക്കെ കഴുകി വെക്ക് വിചിത്ര ജീവി. എന്നെ പോലൊരു കോന്തം മുറച്ചെറുക്കനെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയതുകൊണ്ട് എന്റെ പുറത്ത് കയറിയിരുന്ന തുള്ള. സ്പോർട്സ് കോട്ടയിൽ ഒരു മേലുദ്യോഗം കിട്ടിയപ്പോ വെറും ക്ലാസ് 4 ജീവനക്കാരനായി എനിക്കിട്ട് നീ ഷോർട്ട് പുട്ട് എറിയുന്നോടി. മനുഷ്യ, നീ മണ്ണാകുന്നു. പത്മാക്ഷി,
ഒന്നുമില്ലെങ്കിൽ എന്റെ മോളല്ലേ അത്. നിന്നെ രണ്ടാം കെട്ട് കെട്ടിന്ന് കരുതി എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അയൽക്കാരെ ബോധിപ്പിക്കാനെങ്കിലും നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. വേണ്ട, അവളുടെ അമ്മമ്മ എന്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞത്? കൂടോത്രം ചെയ്ത് നിങ്ങളെ എന്നെ നിന്ന് അകറ്റുന്നു. ആ നശിച്ച തള്ള എന്തെങ്കിലും വിളിച്ചു കൂവിന്ന് കരുതി? ഇല്ല, ആ തള്ള കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം നമുക്കുണ്ടായോ? അത് നിന്റെ കുഴപ്പം കൊണ്ടാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അപ്പൊ കൂടോത്രം ചെയ്തോണ്ടാണെന്ന് ജോത്സ്യൻ പറഞ്ഞതോ? നിനക്ക് ജോത്സ്യനെയാണോ എന്നെയാണോ വിശ്വാസം? ഇക്കാര്യത്തിൽ എനിക്ക് ജോത്സ്യനെ വിശ്വാസം. എന്നാ ഞാൻ ഇനി ഒരു കാര്യം പറയാം. ഇത്രയും കാലം നിന്റെ താളത്തിനൊത്ത് ഒരു കളിപ്പാവ പോലെ ഞാൻ തുള്ളി കളിച്ചു. ഇനി അത് നടക്കില്ല. ഞാൻ നിന്നെ കൊണ്ടേ പോവൂ. ഞാൻ വരില്ല. ഞാൻ വിളിച്ചാ നീ വരും. ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല, വരില്ല, വരില്ല. എന്നാ നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവും. ഇതാണ് ആധുനിക വനിതകളുടെ മഹാത്മ്യം. പുറത്താരോടും പറയല്ലേ. അത് സൈറ്റിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഒന്നുകൊണ്ട് വരാൻ പറഞ്ഞോ. ഞാൻ ബാക്കി സാർ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ജോലി പോവും. എന്ത് പറ്റി? അത് പിന്നെ വീണ്ടും ആർക്കെങ്കിലും താൻ ലവ് ലെറ്റർ കൊടുത്തോ? അയ്യോ, അതെങ്ങനെ സാർ അറിഞ്ഞു? എം ഡിയുടെ ആ വിളി കേട്ടപ്പോ മനസ്സിലായി. സാറിന്റെ അമ്മായപ്പനല്ലേ എം ഡി. ഇത്തവണത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ പറയണം. ഈ കാര്യത്തിൽ ഒരു ശുപാർശ അവിടെ ഏൽക്കില്ല. താൻ വേഗം പോയി ആ സസ്പെൻഷൻ ഓർഡർ വാങ്ങിക്കൊണ്ടുവാ. ചെല്ലേ സാറേ. ആ വാടാ. ഇത് താൻ ഈ കുട്ടിക്ക് കൊടുത്തതാണോ? അതെ സാർ. വായിക്കാൻ. ഞാൻ ഈ ഓഫീസിലെ പിയൂൺ ലോനായി. വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി. നമുക്ക് ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുത്തുകൂടെ? ഒരു ഉദ്യോഗസ്ഥയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ എന്നെ എടുത്ത തീരുമാനമാണ്. എന്റെ ശമ്പളമായ 800 രൂപയും ഭവതിയുടെ ശമ്പളമായ 1200 രൂപയും കൂടി ചേരുമ്പോൾ 2000 ആയി. വീട് വാടക 500 രൂപ, കറണ്ട് ചാർജ് 300 രൂപ, പച്ചക്കറി പലചരക്ക് ഒരു 600 രൂപ, വാട്ടർ ചാർജ് 100 രൂപ, പാലിന് 300 രൂപ. അങ്ങനെയൊക്കെ നീക്കി വെച്ചാലും 200 രൂപ ബാക്കി. അതിന് നമുക്ക് ലാവിഷായിട്ട് സിനിമ കാണാം. എന്തേ? സാഹിത്യമൊക്കെ നന്നായിട്ടുണ്ട്. പൊക്കോളൂ. നിന്നോടല്ല, കുട്ടി പൊക്കോളൂ. കുട്ടി പൊക്കോളൂ. എന്താ ലോനായി മോനെ, എന്താ ഇതൊക്കെ? അത് സത്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ സാറേ. ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ മേൽ ദാമ്പത്യം വന്ന കൂര പണിയാൻ പറ്റൂ. നിന്റെ കൂര എന്റെ ഓഫീസിലിട്ടുന്ന പണിയണോ? പുതിയതായി ജോയിൻ ചെയ്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് താൻ ലൈഫ് ലെറ്റർ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. നമ്മുടെ വിലാസിനിക്ക് കൊടുത്തിട്ടില്ല. പ്രതിഫലം വെച്ചിക്കാതെ കർമ്മം ചെയ്യുക. ഈ കാര്യത്തിൽ ഇതാണ് എന്റെ പോളിസി. പ്രതിഫലം ഞാൻ നിനക്ക് തരാം. അയ്യോ, സാറിനതൊരു ബുദ്ധിമുട്ടാവില്ലേ? വാ. എന്താ? നിനക്ക് ഈ മാസത്തെ ശമ്പളം ഇല്ല. അയ്യോ, പോയി ചായ ഒന്നുടാ. ശമ്പളം കട്ട് ചെയ്യും പോലും. ലോകത്തെ കിടിലം കൊള്ളിച്ച ഹിറ്റ്ലറും മുസോളിനിയും പോലും പ്യൂൺസിനോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. എന്നെ ശരി കേട്ടോ. അങ്ങനെയല്ലേ പറ്റോ? സാർ ചായ. അയ്യോ, അതെടുക്കണ്ട. അത് പഞ്ചസാര ഇട്ടതാ. എനിക്ക് പഞ്ചസാര ഇട്ട ചായ ആണല്ലോ വേണ്ടത്. അല്ലാതെ എം ഡി സാർ കുടിച്ചാലേ ശരിയാവുള്ളൂ. അതെന്താ? ഇത് സ്പെഷ്യലിറ്റിയാ. ഇതെടുത്തോ. അങ്ങനെ സ്പെഷ്യൽ ചായ. അയ്യോ, ഒരു മിനിറ്റ്. ഈ ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാറുണ്ട്. എന്താ പ്രശ്നം? ഈ സ്ഥാപനത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടല്ല, അച്ഛന്റെ സണ്ണിലോ ആയിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ കാര്യം പറ. അല്ല, ലോനായുടെ 1 മാസത്തെ ശമ്പളം കട്ട് ചെയ്തുകൊണ്ടുള്ള അച്ഛന്റെ തീരുമാനം പിൻവലിക്കണം. അങ്ങനെ എന്തെങ്കിലും ശിക്ഷ കൊടുത്താലേ ഇവനൊക്കെ പഠിക്കൂ. എന്നാലും ഇത്തവണ നീ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചായ കുടിക്കാൻ വരട്ടെ? ഇത് വലിയ ശല്യായല്ലോ. ഇനി എന്താ പ്രശ്നം? അല്ല, ലോനായിക്ക് വേറൊരു പരിഭവം കൂടിയുണ്ട്. എന്താ? അതായത് ഇവൻ പറയുന്നത് ഇത്രയും വർഷമായിട്ടും ഇവൻ ഡെയിലി അച്ഛന് ചായ തരാറുണ്ട്, പക്ഷേ അച്ഛന്റെ കൈ കൊണ്ട് ഒരു പ്രാവശ്യം പോലും ഇവന് ചായ കൊടുത്തിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. അത്രയല്ലേ ഉള്ളൂ. നീ ചായ കുടിക്ക്. സാർ, അമ്മയാണ് സത്യം, ഞാൻ പറഞ്ഞിട്ടില്ല. സാർ തമാശക്ക് പറയണതാ. തമാശ ആയാലും സീരിയസ് ആയാലും ചായ കുടിക്ക്. സാർ, ഞാൻ ചായ കുടിക്കില്ല. അച്ഛനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചായ കുടിക്കടാ. എനിക്ക് വേണ്ട സാറേ. നീ ചായ കുടിക്കാൻ. ഞാൻ ചായ കുടിക്കാറില്ല. ചായ കുടിക്ക. സന്തോഷായി. എനിക്കും അതെ.
എനിക്കിന്ന് ലീവ് വേണോ? ലീവ് തരാൻ പറ്റില്ല, ഇവിടെ ആളില്ല. എനിക്ക് ലീവ് വേണോ? ലീവ് തരില്ല. എനിക്ക് ലീവ് വേണം, അല്ലെങ്കിൽ ഇപ്പൊ പോവും. എന്താ? ഇല്ലെങ്കിൽ ഇപ്പൊ പോകും സാറേ. ഇപ്പൊ പോകും സാറേ.